ഹലോ ഗായ്സ്, പഠിക്കാനും പോലത്തെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗായ്സ് നമ്മളിന്ന് പിന്നെ വന്നിക്കാണ് മൈൻക്രാഫ്റ്റ് ബേറ്റ വേർഷൻ ആയിട്ട്. അപ്പോൾ ഗായ്സ് നമ്മളിന്ന് വന്നിക്കണത് എന്താ പറഞ്ഞാൽ നമ്മളിന്ന് കേവ് മൈൻ ചെയ്യാൻ പോവാണ് മൈൻക്രാഫ്റ്റ് നമ്മളെ വേൾഡിൽ തന്നെ. അപ്പോൾ ഇന്ന് അതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ഒക്കെ ആക്കിയേക്കാരും. അപ്പോൾ ഗായ്സ് നിങ്ങൾക്കൊരു സംശയം ഉണ്ടെങ്കിൽ ഞാൻ അവിടെ നിന്നാണ് ഈ ഫ്രീ ആയിട്ട് സ്കിന്ന് കിട്ടുന്നതെന്ന് പറയൽ കുറേ ദിവസമായിക്കണം. അപ്പോൾ ഞാൻ ഗായ്സ് കുറച്ച് ദിവസമായി വീഡിയോ ഇട്ടിട്ടില്ല, ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഗായ്സ് നമുക്ക് എവിടെ നിന്നാണ് സ്കിൻ ഇട്ടുണ്ടെന്ന് നോക്കാം. ഞാൻ ഡ്രസ്സിംഗ് റൂമിൽ പോയി, പിന്നെ ഇവിടെ നോക്കി, ഇവിടെ കുറേ സ്കിന്നുകളുണ്ട്. പക്ഷേ ഇതിനൊക്കെ ഇത് കൊടുക്കണം. പക്ഷേ ഞാൻ പാടില്ല, മാർക്കറ്റ് പ്ലേസിൽ പോവാം. ഇതിവിടെ സെർച്ച് ബാർ നിങ്ങൾക്ക് കാണാറില്ല, ഇവിടെ ഒരു സാധനം കൊണ്ട് വാങ്ങിക്കണം. അവിടെ പോയാണ്ട് എന്ത് ചെയ്യും, ഞാൻ എന്ത് ചെയ്യും, സ്കിന്ന് അടിച്ചെടുക്കും, അല്ലെങ്കിൽ സ്കിൻസ് അടിച്ചെടുക്കും. കറക്റ്റായില്ലേ? അയ്യോ സോറി ഗൈസ്, സ്കിൻസൊന്നും അടിച്ചെടുത്ത് സ്കിൻ അടിച്ചെടുത്തു. അപ്പോൾ അതാ ഗൈസ് ഇവിടെ കുറേ സ്കിന്ന് വന്നു. ഞാനിവിടെ എന്ത് ചെയ്യും, ഈ ഒരു സാധനത്തുമ്പോൾ നിൽക്കും. എന്നിട്ട് ഇവിടെ ഉണ്ടാവും പ്രൈസ് ലോട്ട് ഹൈന്ന്, ഇതുമ്പോൾ നിൽക്കാൽ എന്ത് ചെയ്യും, പിന്നെ കിട്ടണൊക്കെ ഫ്രീ ആക്കാറ്. ഇതൊക്കെ ഗൈസ് ഫ്രീ സ്കിന്നാണ്. ഞാൻ ഇതിന്ന് കിട്ടിയ ഡ്രസ്സുകളാണ് എടുക്കൽ. നമുക്ക് ഗൈസ് ഇനിയിപ്പോൾ വേണമെങ്കിൽ ഒരു പുതിയൊരു ഡ്രസ്സ് നിങ്ങൾക്കായിട്ട് എടുത്ത് കാണിച്ചു തരാം. ക്രാഫ്റ്റി കോസ്റ്റ്യൂംസ്, കുറേ കോസ്റ്റ്യൂംസ് ഉണ്ട്, അതിൽ നമുക്ക് ഇഷ്ടമുള്ള എടുക്കുക. ഹൈപ്പ് പറഞ്ഞുകൊണ്ട് ഇതൊക്കെ ഇതിലിതാ ഗൈസ് കുറേ ക്യാരക്ടർ ഉണ്ട്, നമുക്ക് അവരൊക്കെ പരിചയപ്പെടാം. ഇതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളാണല്ലോ ഇവനെ ഡിറ്റക്റ്റീവിൻ്റെ ലുക്ക് ഉണ്ട്. എന്തായാലും ഗൈസ് നമുക്ക് നല്ലൊരു ചൊറുക്കുള്ള എടുക്കുക, അല്ലെങ്കിൽ ക്രാഫ്റ്റ് കോസ്റ്റ്യൂംസ് നോക്കട്ടെ. ഇതൊന്നും കൂടി കുഴപ്പമില്ല ഒന്ന്. അപ്പോൾ എന്തായാലും ഗൈസ് നമുക്ക് ഇത് ഫ്രീ നിൽക്കുക. കിട്ടി, സാധനം കിട്ടി, അത്രേ ഉള്ളൂ. ഞാൻ എന്ത് ചെയ്യുക, നമ്മൾ സാധാരണ കാട്ടുന്ന പോലെ തന്നെ ഡ്രസ്സിംഗ് റൂമിൽ പോവുക, ഇവിടെ പോവുക. ഇവിടെ ചെന്ന ഗൈസ് നമുക്കൊക്കെയാണ് നമ്മളെടുത്ത കോസ്റ്റ്യൂംസ്. അപ്പം നമുക്ക് ഇതിലിപ്പോൾ ഏതാടെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്യുക, ഇതാരാ ഈ ചങ്ങൻ്റെ പേരെന്താ, റോബോട്ടിൻ്റെ എടുക്കുക ഗൈസ്. അപ്പോൾ എന്തായാലും ഗൈസ് നമ്മളിതാ റോബോട്ടിൻ്റെ എടുത്തിരിക്കുന്നു. ഞാൻ എന്തായാലും ഗൈസ് നമുക്ക് എന്നാൽ വേൾഡ് പോയിട്ട് കാണാം. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ വേൾഡിലേക്ക് എത്തിയിരിക്കുന്നു, നമ്മളവിടെ ഹംദ് വേൾഡിൽ തന്നെ. ഇപ്പോൾ രാത്രിയാണ് ഞാൻ നാൾ കഴിഞ്ഞ വീഡിയോയിൽ നിർത്തി തോന്നുന്നു. ഈ വില്ലേജർ ഞാൻ ഒന്ന് ഇറങ്ങട്ടെ ഗൈസ്, നമ്മളൊന്ന് രാവിലെ ആട്ടെ. അങ്ങനെ ഗൈസ് നമ്മൾ രാവിലെ ആയിരിക്കുന്നു. നമ്മൾ ഓരോരോ പെട്ടി നമുക്ക് ഇങ്ങനെ നോക്കാം. ഡയമണ്ട് കാണുമ്പോഴാണ് എനിക്കൊരു സന്തോഷം, പിന്നെ ഒരു സുഖമൊക്കെ കാണുമ്പോൾ. അപ്പോൾ എന്തായാലും ഗൈസ് നമ്മളടുത്ത് മൈൻ ചെയ്യാൻ പറ്റിയ സാധനങ്ങളിട്ട് ചോദിച്ചൊരു കുന്തമില്ല. നമ്മളെന്ത് ചെയ്യണം, ഒക്കെ എടുക്കണം. കാരണം നമ്മളടുത്ത് ഫുഡും കാര്യങ്ങളും ഉണ്ടല്ലോ ഗൈസ്, അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യണം, അത് എടുക്കണം. പിന്നെ ഈ ആശയില്ലാത്ത സാധനങ്ങൾക്കായിട്ട് എന്ത് ചെയ്യുക, ചിലപ്പോൾ ഗ്യാസ് ഉണ്ടാവും, അതൊക്കെ നമുക്ക് ഇതേപോലത്തെ പെട്ടിയിലിടാം. ഇത് ആശയുണ്ട്, പക്ഷെ ആശ ഉണ്ടാകുമ്പോൾ എടുക്കാനാണ്. ഇത് നമുക്ക് എന്തായാലും വേണം. അത് ഫസ്റ്റ് കട്ടെ ലെതർ, പിന്നെ ഗ്ലാസ്, സ്റ്റോണും ഉണ്ടായിക്കോട്ടെ, പിന്നെ ഡോറ്, പിന്നെ എന്താണ് ബോട്ട് വേണം ഗൈസ്. ബോട്ട് വേണം, കാരണം നമ്മൾ മേലിൽ നിന്ന് ചാടുമ്പോൾ എന്ത് ചെയ്യിച്ചിട്ടാ, ബോട്ടിൽ ഇരുന്ന് കണ്ട് ചാടിയാൽ നമുക്ക് ഒരു ഡാമേജ് ഉണ്ടാവില്ല എന്നാണ് മൈൻക്രാഫ്റ്റ് പറയുന്നത്. നമ്മളിപ്പോൾ അതാ 13 HP എന്താണ് ഈ പറയുക XP ഉണ്ട്. അപ്പോൾ എന്തായാലും ഗൈസ് നമുക്ക് അതിന് ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കട്ടെ. നമ്മൾ അയണില്ലേ, അയൺ 8 ഉണ്ട്. നമുക്ക് അയൺ കൊണ്ട് എന്ത് ചെയ്യണം, പിക്കാക്സ് ഞാനിപ്പോൾ തല്ലില്ലാരും അയൺ കൊണ്ട് ഗൈസ് നമുക്ക് പിക്കാക്സ് ഉണ്ടാക്കണം. ഒരു പിക്കാക്സ് ഉണ്ടാക്കാൻ വയ്ക്കുള്ളൂല്ലേ, നോ പ്രോബ്ലം. നമുക്കൊരു പിക്കാക്സ് കിട്ടിയിരിക്കുന്നു ഗൈസ്. പിന്നെ നമുക്ക് എന്താ വേണ്ടത് പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമേ. പിന്നെ സ്റ്റോണ് ഗൈസ് നമ്മളെ കയ്യിൽ തീരില്ല, അത് സങ്കട കാര്യമാണ്. അപ്പം എന്തായാലും ഗൈസ് നമുക്ക് എന്തായാലും ഇന്ന് സ്റ്റോൺ എടുക്കണം. നമുക്ക് എന്തായാലും ഗൈസ് ലെറ്റ്സ് ഗോ, ഗെയിമിക്ക് പോവാം. അതേപോലെ നമുക്ക് കേവിക്കും പോയി. എന്താ അവരെല്ലാവരും ഇന്ന് നോക്കിക്കണ്, എന്താ എല്ലാവരും ഇന്ന് തുറച്ചൊക്കെ ഉണ്ട്. എന്തായാലും ഗൈസ് നമുക്ക് ആദ്യം സ്റ്റോൺ എടുക്കണം. നമുക്ക് ആദ്യം സ്റ്റോൺ മൊത്തം എടുക്കട്ടെ. ഇതും കൊണ്ട് എന്ത് സ്പീഡ് വെച്ചിട്ടാ ഗൈസ്. ഞാൻ സ്റ്റോൺ എടുത്തിട്ട് കാണാം. അങ്ങനെ ഗൈസ് നമ്മളങ്ങനെ സ്റ്റോൺ എടുത്തുകൊണ്ട് ഒരു സ്റ്റാക്ക് ഉണ്ട് നമ്മളെടുത്തപ്പോൾ സ്റ്റോണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഗൈസ് ക്രാഫ്റ്റ് ചെയ്തും കണ്ട് എന്ത് ചെയ്യണം, മറ്റേ പിക്കാക്സ് ഉണ്ടാക്കണം. വടി നമ്മളെടുത്തില്ലേ, ആ വടി ഉണ്ട്, ഇതിങ്ങനെ ആക്കുക, എന്നിട്ട് വടി ഉണ്ടാക്കുക. വാവ്, പിക്കാക്സ്. ഈ സ്റ്റോണ്, ഈ സ്റ്റോക്ക്, പിന്നെ ഇതിവിടെ ഇരിക്കട്ടെ, ഞാൻ അവിടെ എടുക്കട്ടെ. പിന്നെ ഇതൊന്നുകൂടി വേണം, കാരണം നമുക്ക് നിർബന്ധമാണ് വേണം. നമുക്ക് എന്ത് ചെയ്യണം, ഇതന്നെ മതി ഗൈസ്.
പിന്നെ ഗായ്സ് നമ്മൾ അയ്യോ സോറി അറിയാണ്ട് തല്ലിയതാ എൻ്റെ അമ്മോ. പിന്നെ ഗായ്സ് നമ്മളിന്ന് എന്താണ് ഈസി മോഡിലിട്ടിട്ടല്ലേ ഗായ്സ് പോണത്. നമ്മളിന്ന് പീസ്ഫുൾ മോഡിലിട്ടിട്ടാണ് കേവ്ക്ക് പോണത്. ഇക്ക് ഗായ്സ് ഈസി മോഡിൽ എന്തായാലും കേവ്ക്ക് പോകാൻ തീരെയും വയ്ക്കൂല, എത്ര നോക്കിയാലും വയ്ക്കൂല ഗായ്സ്. അതുകൊണ്ട് ഗായ്സ് നമ്മളിന്ന് പീസ്ഫുൾ മോഡിൽ ഇട്ടിട്ടാണ് പോകുന്നത്. എന്തായാലും ഗായ്സ് പീസ്ഫുൾ മോഡിൽ ഇടട്ടെ. അങ്ങനെ ഗായ്സ് നമ്മൾ പീസ്ഫുൾ മോഡിൽ ഇട്ടുകൊണു. ഞാൻ എന്തായാലും ഗായ്സ് നമുക്ക് എങ്ങനെയൊക്കെ താഴ്ത്ത് കടന്ന് നോക്കട്ടെ. നമ്മൾ ഗായ്സ് ഈ ബോട്ട് കൊടുക്കുന്നില്ല. ഇതെന്തിനൊക്കെ ഇവിടെ വെറുതെ ചതി. അപ്പോൾ ഗായ്സ് നമ്മൾ കേവിൻ്റെ താഴത്തേക്ക് ചാടാൻ പോവാണ്. അവിടെ ഒരു എമറാൾഡ് ഉണ്ടായിരുന്നു, ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ എന്തായാലും ഗായ്സ് നമുക്ക് ചാടുന്നതിൻ്റെ മുമ്പ് ഗായ്സ് നമുക്ക് അവിടെ എത്താൻ. എന്നിട്ട് ആ എമറാൾഡ് ഒന്ന് പൊട്ടിക്കുവാൻ. 3, 2, 1 സ്റ്റാർട്ട്. ഒരു ഡാമേജും കിട്ടിയില്ല. പക്ഷെ ഇവിടെ നിന്ന് ചാടിയാൽ പിന്നെ ഗായ്സ് കത്ത മോകയെന്ന് പറയേണ്ടി വരും. ഇവിടെ കാണുന്ന എമറാൾഡ് ഒരു പണിയാ. ബോട്ട് കയറ്. അയ്യോ ഇതവിടെ. അയ്യോ അച്ചോ കുറച്ച് ഓവറായി പോയോന്ന് ഒരു സംശയം. റെഡിയായി. ഞാൻ എന്ത് ചെയ്യണം ഗൈസ്, നമുക്ക് മേലേക്ക് ഇങ്ങനെ പോകണം. മേലേക്ക് ഷടാ അത്രയും മേലേക്ക് നമുക്ക് ഗൈസ് എങ്ങനെയെങ്കിലും മേലക്കോട്ടെ. നമ്മൾ ഗൈസ് അങ്ങനെ മേലേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പോൾ അതൊന്നുകൂടി പൊട്ടിക്കണം. എന്തിനാ ചോദിച്ചൊക്കെ ചാടാനാണ്. അയ്യവ ഇനി ഇവിടുന്ന് താഴ്ത്ത് കാടാണ്ട. എമറാൾഡ് അയൺ പിക്കാക്സും കൊണ്ട് പൊട്ടിച്ചാൽ കിട്ടും. ആ ഒരു ഉറപ്പിലാണ് ഞാൻ എടുത്തിരുന്നു. എമറാൾഡ് 14 XP ആയി ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ചാടണം. അയ്യോ ബോട്ട് എടുക്കടാ. ഇനി ഇവിടുന്ന് ഇങ്ങനെ പോവാം. അയ്യോ എന്താണ് സ്മൂത്ത്. അച്ചോ ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് ചാടണോ. അയ്യോ ഗൈസ് ഓവറായോ എന്നൊരു സംശയം കേട്ടോ. ഞാൻ എവിടെ എത്തിപ്പോ ഡെമ്മോ ഉദ്ദേശിച്ച് പൊട്ടണില്ല. ഗൈസ് പിന്നെ അയണൊക്കെ ഇവിടെ ഉണ്ട്. സംഭവം ഞാൻ കുറച്ചൊന്ന് ഓവറായി ചാടിയോ തോന്നുന്നു. മേലക്കുള്ള വഴി ഉണ്ട്. ഈ ഒരു വള്ളത്തിൽ കൂടി കയറിപ്പോയി. അപ്പം എന്തായാലും ഗൈസ് നമുക്ക് അയൺ പൊട്ടിക്കാം. ഇവിടെ പിന്നെ ഇഷ്ടമാതിരി ആയുണ്ട്. പിന്നെ ഗൈസ് ഇവിടെ ഒരു കാര്യം സൂക്ഷിക്കണം. കാരണം ഈ ഒരു ബ്ലോക്ക് ഏതെങ്കിലും ഒന്ന് പൊട്ടിയ ഒരു സ്ഥലം താഴത്തേക്ക് ചാടും. താഴത്തേക്ക് ചാടിയാൽ പിന്നെ നമ്മുടെ തലമണ്ടക്കാരും ചാടുക. അത് ചാടിയാൽ പിന്നെ നമ്മൾ ഇത് പറയണ്ടല്ലോ, കത്തമോകയ എന്ന് പറയാ. അപ്പോൾ നമുക്ക് എൻ്റെ പൊന്ന് എന്ത് വലുപ്പത് ഗൈസ്. ഇതെന്തായാലും ചുറ്റി കറങ്ങുമ്പോഴേക്കും 2-3-4 വർഷം എന്തായാലും ആവും. അപ്പോൾ എന്തായാലും ഗൈസ് നമുക്ക് മെല്ലെ നോക്കാം. ഗൈസ് നമ്മളങ്ങനെ ഡീപ്പ് സ്ലൈറ്റിൽ എത്തിക്കുന്നു. എൻ്റെ പൊന്നെ കിട്ടിയടാ മോനെ റെഡ് സ്റ്റോണ്. ഒട്ടും ആയിട്ടില്ല, പെയിൻ തന്നെ കിട്ടിയില്ലേ റെഡ് സ്റ്റോണ് ഗൈസ്. എൻ്റെ പൊന്നെ ആദ്യമായിട്ടാണ് ഈ റെഡ് സ്റ്റോൺ ഒന്ന് കയ്യിൽ പിടിച്ചത്. പറഞ്ഞ പോലെ ഗൈസ് ഞാനിത് ആദ്യമായിട്ടല്ലേ ഈ റെഡ് സ്റ്റോൺ ഈ ഒരു വേൾഡിൽ മൈനിയാണ്. അയ്യോ സൂപ്പറായി. എൻ്റെ പൊന്നെ കുറച്ച് ഓവറായെങ്കിലും ലൂട്ടൊക്കെ ഉണ്ട്, ആ ഒരു സന്തോഷം. നമുക്ക് എമറാൾഡ് മാറ്റിയിട്ട് എന്ത് ചെയ്യണം, സ്റ്റോൺ വെക്കണം. കാരണം ഡീപ്പ് സ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ നല്ല അടിയിലാണ്. അടി എന്ന് പറയുന്നത് എന്ത് ചെയ്യുക, അതിന് കുറച്ചുകൂടി അടിക്ക് പോയാൽ പിന്നെ ബെഡ് റോക്കൊക്കെ വരും. നിങ്ങൾ കാണും. ഇതെന്താ ഗൈസ് ഗോൾഡ്. എൻ്റെ വിചാരം ഇപ്പോൾ അത് അയണാണ് ചിട്ടാണ്. അയൺ ഗൈസ് പിന്നൊക്കെ ഒരു കാര്യം പറയണ്ട. ഈ ഒരു മൈൻക്രാഫ്റ്റിൻ്റെ ഈ ഒരു അപ്ഡേറ്റിൽ ഇനിയിപ്പോൾ നിങ്ങൾ ആരെങ്കിലും കളിക്കണ്ടോയെന്ന് അറിയില്ല. ഈ ഒരു അപ്ഡേറ്റിൽ ഗോൾഡും കൊണ്ട് ഗൈസ് ഒരു 5 പൈസക്കും അകലില്ല. കാരണം എന്താ പറയുക, അയൻ്റെ അത്രക്കും സത്യം പറഞ്ഞാൽ ഗോൾഡ് എത്തണില്ല. ഞാൻ കാര്യം പറഞ്ഞാണ്. ഞാൻ എന്ത് ചെയ്തു വെച്ചിട്ട് അതിൻ്റെ പറയുക ഒരു വേൾഡ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാമെന്നറിയില്ല. ഞാനും സോളോ വെട്ടി കൂടി കളിക്കൽ തുടത്തിയാണ്. എൻ്റെ മുയ്യന്ന് ഗൈസ് ഡയമണ്ട് ഗൈസ്. അപ്പോൾ എന്താ പറയുക, ഞാൻ ഇപ്പോൾ അവിടെ വെച്ച് നിർത്തി. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റിൽ ഗോൾഡും കൊണ്ടൊരു ഉപകാരമില്ല. കാര്യം പറഞ്ഞാൽ നമ്മൾ ഗോൾഡിൻ്റെ ഇപ്പോൾ ഒരു സ്വാഡ് ഉണ്ടാക്കിയെന്ന് വിചാരിച്ചോ. എന്ത് ചെയ്യും, ഞാൻ കില്ല് ചെയ്യാനായിട്ട് നോക്കിയതായിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു, ലാസ്റ്റ് 1 ഹാർട്ട് എന്ന് കണ്ടെങ്കിൽ എന്ത് ചെയ്തു ഗൈസ്, ഓൻ്റെ എന്താണ് പകുതി ജീവൻ പോയെങ്കിലും സ്വാഡിൻ്റെ പണിയപ്പോൾ ഇതിന് കഴിഞ്ഞു.
അപ്പം എന്ത് ചെയ്തു അപ്പം തന്നെ ഒക്കെ മനസ്സിലായി ഈ ഒരു സ്വാഡും കൊണ്ട് ഒരു 5 വയസ്സ് പകല്യാണ്. അപ്പം എന്തായാലും ഗൈസ് നമുക്ക് എന്തായാലും ഡയമണ്ട് മൈനിങ് ചെയ്യാൻ പോവാ. ഈടാ അയ്യവാ ചാടിക്കോ ചാടിക്കോ. ടോർച്ച് ഇവിടെ വെക്കട്ടെ അല്ലെങ്കിൽ പണിയാവും. ഓവറാവില്ലേ ചേടാ ഓവറാവില്ലേ പറഞ്ഞിട്ടാണ്. യോ സോംബിയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട് ഗൈസ്. പിന്നെ ഇത് ഗൈസ് വാർഡിൻ്റെ സ്ഥലമല്ലേ? എൻ്റെ അമ്മ ഞാനേ എത്തിച്ചേർന്നിക്കണ റോങ് കേവിലാണ്. എൻ്റെ പൊന്നെ ലാവപ്പോൾ പിന്നെ പറയണ്ടല്ലോ. ഒരു ഇത് പോരുണ്ട് എവിടെ ഗൈസ് നമ്മൾ കണ്ട ഡയമണ്ട്. അയ്യോടോ ഞാൻ മേലെ നിന്ന് ചാടിയ വഴി ഇതാണ്. അപ്പോൾ ഇവിടെ എവിടെയായിട്ടാണല്ലോ ഞാൻ കണ്ടത്. അവിടുന്ന് ഞാൻ നോക്കി. അവിടുന്ന് നോക്കിയപ്പോൾ ഇവിടെ എവിടോ എന്നാണ് ഞാൻ കണ്ടത്. ഈശോടാ മറന്നു ഞാൻ. എനിക്ക് തോന്നുന്നു ഒന്നുകൂടി മേലെ കയറി ഈ കണ്ണു വയസ്സ് എൻ്റെ മോനെ സാധനം കിട്ടി. ടോർച്ചിട് പിന്നെ മറന്നു. ഈ കണ്ണി എൻ്റെ മോനെ ആദ്യമായിട്ടാണ് ഈ രീതിയിൽ ഞാൻ ഒന്നുമില്ല ഡയമണ്ട് പൊട്ടിക്കണ് ഗൈസ്. എന്തായാലും സൂപ്പർ ഐഡിയ. പിന്നെ ഗൈസ് ഞാൻ ഇവിടെ ചുറ്റുപുറം പൊട്ടിക്കട്ടെ. കാരണം ഞാൻ എന്താ പറഞ്ഞു 3 ഡയമണ്ട് ഗൈസ് കപ്പളെ തോന്നി. കാരണം നമ്മൾ ഈ ചുറ്റുപുറം പൊട്ടിച്ചാൽ ഇവിടെ എവിടെയെങ്കിലും ഒന്നും ഉണ്ടാവും ഉറപ്പാണ്. അപ്പോൾ പൊട്ടിച്ചില്ലെങ്കിൽ ഗൈസ് നിനക്കിപ്പോൾ 3 ഡയമണ്ട് തന്നെ കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. ഞാൻ എന്തായാലും ഡീപ് സ്ലൈറ്റ് പൊട്ടിച്ച് നോക്കട്ടെ. എനിക്ക് തോന്നുന്നു ഇത് കഴിഞ്ഞിക്കണമെന്ന്. എന്തായാലും ഗൈസ് ജസ്റ്റ് മിസ്സിനാണ് അത് കൂടി കിട്ടിയത്. നമുക്ക് എന്ത് ചെയ്യണം, ലാപ്പിസ് ഉണ്ടോ നോക്കണം. ലാപ്പിസ് വരുന്ന വഴിക്ക് കണ്ടിരുന്നു. ഞങ്ങൾക്ക് അവിടുത്തെ കണ്ട് പോവാം. അവിടെ അയൺ ഉണ്ട്, ഞാൻ അയൺ എടുക്കട്ടെ. അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും 3 ഡയമണ്ട് ഇട്ടേക്കണം. എന്തായാലും സന്തോഷ വാർത്തയാണ് ഗൈസ്. ഇതെന്തോ ഡയമണ്ട്സ് എൻ്റെ മോനെ കിട്ടിയില്ലേ പറ. സെറ്റ് സാധനം. ഞാൻ എന്ത് ചെയ്യണം ഗൈസ്, ഞങ്ങൾക്ക് സ്റ്റോൺ നമ്മളാ സ്റ്റോക്ക് എടുക്കട്ടെ. കാരണം ഇവിടുന്ന് മേലെ കയറല ഒരു ചടങ്ങാണ്. അപ്പം എന്തായാലും ഗൈസ് ഒരു ടോർച്ചിൻ്റെ കയ്യിലില്ല. ആകെ ഉള്ളത് മേലെയാണ്. എൻ്റെ അമ്മോ സത്യം പറഞ്ഞത് അവിടെ സംഭവം. ഈ ഒരു ടോർച്ച് കൂടി എടുത്താൽ പിന്നെ കണ്ണും കാണൂല. പിന്നെ ഗൈസ് നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ബ്രൈറ്റ്നസ് കൂട്ടിയിട്ടെ. ഗൈസ് ഞാൻ ബ്രൈറ്റ്നസ് കൂട്ടിയപ്പോൾ എനിക്ക് അവിടെ ലാപ്പ് കാണാണ്ട്. അപ്പം എന്തായാലും ഞാൻ മേലേക്ക് എങ്ങനെയെങ്കിലും കയറാൻ നോക്കട്ടെ. കയറിട്ട് കാണാം ഗൈസ്, അല്ലെങ്കിൽ സ്പീഡപ്പ് ആക്കാം. ഡയമണ്ട് കിട്ടി ഗൈസ് നമ്മളെ ഡയമണ്ട്. ഞാൻ അടുത്ത ചടങ്ങ് എന്ന് പറയണം മേലേക്ക് എത്തിയല്ലോ നമ്മൾ. പക്ഷെ മെല്ലെ പോണക്ക് പേടിയാണ്. ഇവിടെ ഗൈസ് സത്യം പറഞ്ഞപ്പോൾ മൊത്തം ഈ ഒരു വാർഡൻ്റെ ആൾക്കാരാണ്. അഥവാ അതിപ്പോൾ ഈസി മോഡിലാണ് ഇട്ടിക്കണമെങ്കിൽ ഗൈസ് പിന്നെ പറയണ്ടല്ലോ നമ്മളെ അവസ്ഥ. ഓരിട്ട് നീച്ചു വന്നാൽ പിന്നെ നമ്മളെ കാര്യം അതോ ഗതി എന്ന് വേണമെങ്കിൽ പറയാം. ചേടാ ഇതെപ്പോഴും അങ്ങോട്ട് വന്ന് ഈ സൈഡ് എടുക്കുന്ന വെക്കട്ടെ. ലാപ്പിതാണ് നമുക്ക് മെയിൻ വേണ്ടത്. എന്നാലുള്ള നമുക്ക് എൻചാൻറ്റഡ് സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. 7 കിട്ടിയോ? ചേടാ ഞാൻ വിചാരിച്ചു ആകെ 1 കിട്ടുള്ളൂ എന്ന്. ഇപ്പം ഗൈസ് 14 കിട്ടും. ഒന്നൊന്ന് ഒരു 2, 3, അല്ലെങ്കിൽ 6, 10 അങ്ങനെ കിട്ടുക. എന്തായാലും നമുക്ക് മേലേക്ക് പോവാം. അപ്പോൾ ഗൈസ് ഇതാ നമ്മളങ്ങനെ മേലേക്ക് എത്തിയിരിക്കുന്നു. ഞാൻ ഈ ടോർച്ചൊന്നും എടുക്കണില്ല. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെന്ത് ചെയ്യണം, ഇങ്ങോട്ട് വന്നു എന്നുള്ളൊരു ഓർമ്മ വേണ്ടേ. ഞാൻ പറയാണ്ട് പോലും വന്നാലോ രാത്രി ഗൈസ് നോ പ്രോബ്ലം. നമുക്ക് മേലേക്ക് പോവാം. അയ്യോ മുങ്ങല്ലടാ ആകെയുള്ളതാ. അപ്പോൾ എന്തായാലും ഗൈസ് നമുക്ക് പോവാം. ഗൈസ് ഇതിലൊരു വട്ടം ചത്ത നമ്മൾ റീസ്പോണെങ്കിലും ആവും. ഇത് പിന്നെ ഹാർഡ് കോഡ് കളിച്ചുള്ള കുറേ ടീമേരുണ്ട്. ഓരൊക്കെ ഒരു വട്ടം ചത്ത പിന്നെ ഗൈസ് പറയണ്ടല്ലോ ഗെയിം ഓവറായി. എങ്ങനെ ഒരു കളിക്കണമെന്നാണ് മനസ്സിലാവാത്തത്. അപ്പോൾ എന്തായാലും ഗൈസ് നമ്മളെ മറ്റേ സ്ഥലത്ത് എത്തിക്കണം. ഇനി ഇവിടുന്ന് താഴ്ത്തുകൊക്കെ പിന്നെ പറയേണ്ട പേടിയാണ്. അപ്പോൾ എന്തായാലും ഗൈസ് നമുക്ക് ഇവിടുന്ന് ചാടാം. നമ്മൾ വന്നൊരു മാർക്കിംഗ് ആണ് ഇതെന്ന് നമുക്ക് ഒരു ഇതുവാണല്ലോ. അപ്പോൾ എന്തായാലും ഇനി ഇവിടുന്ന് പൊട്ടിച്ച് പോകേണ്ടത് തന്നെ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് മേലക്കോട്ട് പേരെ ചെന്ന് കാണുക. അപ്പോൾ ഗൈസ് ഇതാ നമ്മളങ്ങനെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു, നമ്മളെ വില്ലേജിൽ തന്നെ. അപ്പോൾ നമുക്ക് എന്തായാലും ഇപ്പോൾ കിട്ടിയ സാധനങ്ങളൊക്കെ കുറച്ച് ഉരുക്കാനുണ്ട്, പിന്നെ ബാക്കിയുള്ള ഇതുണ്ട്. പിന്നെ ഗൈസ് വേറൊരു സന്തോഷ വാർത്ത എന്ന് പറഞ്ഞാൽ
നമുക്ക് എന്ത് ചെയ്യണം, അത് ഞാൻ നിങ്ങൾക്ക് കണ്ടു തന്നെ കാണിച്ചു തരാം. നിങ്ങൾക്ക് എന്താ കണ്ടെത്തുന്നത് ഗസ് ചെയ്യാൻ പറയും. അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. നമുക്ക് പിന്നെയും തേൻ്റെ കിട്ടാൻ പോവാണ്. ഞാൻ വരുന്ന വഴിക്കാണ് കണ്ടത്. അപ്പോൾ എന്തായാലും ഗൈസ് നമുക്ക് വേഗം പോവാം. എന്നിട്ട് എടുത്തുകൊണ്ട് വരാം ഗൈസ്. നമുക്ക് എന്തായാലും പോവാം ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് ഉരുക്കിയിട്ട് ഇതൊക്കെ ഇതാക്കിയിട്ട് എന്ത് ചെയ്യണം, എന്താണ് ഒക്കെ സെറ്റ് ആക്കണം. പിന്നെ ഒരു ടേബിൾ ഉണ്ട്. അപ്പോൾ അതിന് കുറേ പണിയുണ്ട്. കാരണം ഒബ്സിഡിയൻ കൊണ്ടാണ് ഉണ്ടാക്കണത്. അപ്പോൾ കുറേ പണിയുണ്ട്. ഒക്കെ അങ്ങനെയെങ്കിൽ വീഡിയോ ആയിട്ട് എന്തായാലും വരും. അപ്പോൾ എന്തായാലും ഞാൻ അതിൽ അയൺ വെക്കട്ടെ. എവിടെ അതിനുള്ള വുഡില്ല അറിയാം, പക്ഷെ നല്ല അഡ്ജസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ വേണ്ട, ഇതിന് പകരം ഇതിരിക്കട്ടെ. പക്ഷെ പൊട്ടനാണ് നിങ്ങൾ വിചാരിക്കും, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഗോൾഡിനൊക്കെ മതി. പിന്നെ ബാക്കിയുള്ള എടുത്തക്കട്ടെ. ഞാൻ എന്തായാലും ചൂടാവട്ടെ. ഇവർക്ക് ആകുള്ളൊരു ബാരൽ നോക്കലാണ്, എന്തായാലും ഉള്ളതെന്നൊക്കെ മനസ്സിലായില്ല. പെട്ടി ഓഫ്. അങ്ങനെ ഗൈസ് 6 ഡയമണ്ട്, പിന്നെ ലാപ്പീസ്, പിന്നെ റെഡ് സ്റ്റോൺ, എമറാൾഡ് ആയി. അപ്പോൾ ഗൈസ് ഞാൻ എന്തായാലും ഇവിടെ വെച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അത്രയുള്ള വീഡിയോ ഇഷ്ടമായ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതിൻ്റെ അടുത്തൊരു വീഡിയോൻ്റെ പ്രൊമോ എന്ന് പറയണത് നമ്മളെന്ത് ചെയ്യണം പറയുക, ഒരു ഫാം ഉണ്ടാക്കുകയാണ്. ഫാം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഫാം ഉണ്ടല്ലോ, ഓയിൽ ഫാം എന്ന് അറിയാം, അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക കോൾ ഫാം, എന്തെങ്കിലുമൊക്കെ ഒരു ഫാം ഉണ്ടാക്കൽ ആൾക്കാരും അടുത്ത വീടിൻ്റെ ഒരു പ്രോമോ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഗൈസ് വീഡിയോ പഠിച്ചുകൊണ്ട് വൈൻഡപ്പ് ആണ്. വീഡിയോ ഇഷ്ടമായ എന്തായാലും ഗൈസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എന്നാൽ ബൈ.